പരുന്തുംപാറയിൽ കുരിശിന്റെ മറവിൽ കയ്യേറ്റം അംഗീകരിക്കില്ല എന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം കെ ശിവരാമൻ. എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും വിശുദ്ധന്മാർ അല്ല. കുരിശ് സ്ഥാപിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ച് ജയിലിൽ അടയ്ക്കണമെന്ന് ശിവരാമൻ ആവശ്യപ്പെട്ടു. പരുന്തുംപാറയിലാണെങ്കിൽ ഒരു റിസോർട്ട് ഉടമ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിനോടൊപ്പം അതിനോട് ചേർന്ന് ഒരു കുരിശ് സ്ഥാപിച്ചു എന്നാണ് അറിയുന്നത്. അത് തീർച്ചയായും അങ്ങേയറ്റം അപലനീയമായ നടപടിയാണ്. തീർച്ചയായും അതിനെതിരെ വളരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആൽവിൻ തോമസ് ചേരുന്നു ഇടുക്കിയിൽ നിന്നും. ആൽവിൻ, CPIയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതികരണം ഈ കുരിശ് വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് CPI ആവശ്യപ്പെടുന്നത്. ആ നിലയ്ക്ക് CPI മന്ത്രി തന്നെയാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്നതും. അപ്പോൾ ശക്തമായ നടപടി റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ലക്ഷ്മി, നിശ്ചയമായും അത് കെ ശിവരാമൻ മുൻ CPIയുടെ ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ അംഗവും കൂടിയാണ്, മുതിർന്ന നേതാവ് കൂടിയാണ് CPIയുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് ഈ വലിയ തോതിൽ കയ്യേറ്റം നടന്ന പരുന്തുംപാറയിൽ ഇന്നലെയാണ് ഒരു കുരിശ് സ്ഥാപിച്ചുകൊണ്ട് ഈ കയ്യേറ്റക്കാരൻ ഒരു സ്റ്റോപ്പ് നമ്പർ പോലും ലംഘിച്ചുള്ള നടപടി ഉണ്ടായത്. ഇതിനെതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് കെ ശിവരാമൻ പറഞ്ഞിട്ടുള്ളത്. ഈ കുരിശിന്റെ മറവിൽ കയ്യേറ്റം നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരും വിശുദ്ധന്മാരല്ല, എങ്കിൽ അതിൽ കുറച്ച് ആളുകൾ പുഴുക്കുത്തുകൾ ഉണ്ട്, അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ കെ ശിവരാമന്റെ നിലപാടായി അദ്ദേഹം പറയുന്നത്. കയ്യേറ്റത്തിനെതിരെ ജില്ലാ ഭരണകൂടം ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ റവന്യൂ ഉദ്യോഗസ്ഥരിൽ കുഴപ്പക്കാരുണ്ട്, അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചും നിരോധനാജ്ഞ ലംഘിച്ചും ഈ കുരിശ് അവിടെ സ്ഥാപിച്ച നടപടിയിൽ സജിത് ജോസഫ് എന്ന ചങ്ങനാശ്ശേരി സ്വദേശിയായ ആൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിച്ച് ജയിലിൽ അടക്കണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത്തരമൊരു നിലപാടാണ് CPIക്കുള്ളത്. ആ നിലപാട് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചോദിച്ചത് വാടൂർ സോമൻ MLA, പീരിമേട് MLA കൂടിയാണ്, ഈ പ്രദേശത്ത് MLA കൂടിയാണ് അദ്ദേഹം CPIയുടെ കൂടി MLA ആണ്. അദ്ദേഹത്തിന്റെ നിലപാടിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പറയുന്നത് വാടൂർ സോമൻ MLAയുടെ നിലപാടും CPIയുടെ നിലപാട് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും CPIയുടെ നിലപാട് അദ്ദേഹം ഒന്നുകൂടി ഊന്നി പറയുകയാണ്. റവന്യൂ വകുപ്പ് നിലപാടും അതിൽ നിന്ന് പറയുകയാണ്. പക്ഷേ ഇനിയും നമുക്ക് കണ്ടറിയേണ്ടത് ഈ കുരിശ് സ്ഥാപിച്ച ആൾക്കെതിരെ എത്തരത്തിലുള്ള നടപടിയാകും റവന്യൂ വകുപ്പ് ശുപാർശ ചെയ്യുക, എത്തരത്തിലുള്ള നടപടിയാകും. ക്രിമിനൽ സ്വഭാവമുള്ള ഒരു നടപടി തന്നെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. കാര്യം സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചുകൊണ്ട്, നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി കൂടിയാണ് പിന്നീട് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ എത്തരത്തിലുള്ള ഒരു നടപടിയാകും ഇനി ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ലക്ഷ്മി. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.